നമ്മുടെ വസ്ത്രധാരണം കേവലം ഒരു മൂടിപ്പുതക്കൽ മാത്രമാകേണ്ടതുണ്ടോ? അതോടൊപ്പം വസ്ത്രം എന്നുള്ളത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ മോഡേൺ രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. വളരെ നല്ലൊരു ചോദ്യമാണ്. ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ ഭാഗമാണ് മോഡേൺ വസ്ത്രം ധരിക്കുക എന്നുള്ളത്, അതായത് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത്. നമ്മൾ ആ ചോദ്യത്തിൽ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. കാരണം ഈ വസ്ത്രം തീർച്ചയായിട്ടും നമുക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് അത് ധരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നിങ്ങൾ ആരാധനാലയങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് അലങ്കാര വസ്ത്രങ്ങൾ ധരിച്ചുകൊള്ളുക. ഇന്നല്ലാഹു ജമീലും വയുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവരാണ്, ഭംഗി ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല വസ്ത്രം ധരിക്കുക, വൃത്തിയോട് കൂടി നടക്കുക എന്നുള്ളതൊക്കെ ദീനിൻ്റെ ഭാഗമാണ്, അതേപോലെ ശുചിത്വത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അതേ സമയത്ത് മോഡേൺ വസ്ത്രം എന്നുള്ളത് നമുക്ക് അതിനൊരു ഹദ്ദ്, ഒരു അതിർത്തി വരുത്താൻ കഴിയില്ല. അപ്പോൾ നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുമ്പിട്ട് പാൻ്റ് ഉണ്ട്, ഈ എന്താണ് ഭോഗിയോ പോലുള്ള പാൻറ്റുകളൊക്കെ ഇന്ന് മോഡേൺ ആയിട്ട് ഇന്നത്തെ ചെറുപ്പക്കാർ ആൺകുട്ടികളിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ മോഡേൺ ആയിരുന്ന അതേ പാൻറ്റ് പഴയ കാലഘട്ടത്തിൽ പാൻറ്റ് എന്ന് നമ്മൾ പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് മോഡേൺ ആണ്. അപ്പോൾ ഈ മോഡേൺ വസ്ത്രം എന്നുള്ളത് നമുക്കൊരു പരിധി വരുത്താൻ കഴിയില്ല. നാളെ അതിൽ പല മാറ്റങ്ങളുണ്ടാവും. ഒരു കാലത്ത് സ്കൂളുകളിലേക്കൊക്കെ ഒരു യൂണിഫോമുള്ള കുട്ടികൾ ചിലപ്പോൾ എവിടെയെങ്കിലും മുട്ടിൻ്റെ ഭാഗത്ത് കീറി കഴിഞ്ഞാൽ തുന്നി പോകാറുണ്ട്. എവിടെയെങ്കിലും തുന്നി പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് കാണാം. പക്ഷെ ഇന്ന് ഗ്യാപ്പ് അല്ലെങ്കിൽ ജീൻസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നൂല് പുറത്തേക്ക് കാണുക എന്നുള്ളതാണ് ട്രെൻഡായിട്ട് മോഡേൺ ആയിട്ട് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു? ഇസ്ലാം വസ്ത്രധാരണ രീതിയിൽ മാന്യമാവുക എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളാണ്. പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് നെരിയാണിക്ക് താഴെ വരാതിരിക്കുക, അത് അഹങ്കാരത്തിന്റെ ഭാഗങ്ങളായിട്ട് വരാതിരിക്കണം എന്ന് ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ മുട്ടിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പൊക്കിളിന്റെയും മുകളിലായിരിക്കണം, അതായത് മുട്ട് പൊക്കിളിന്റെ ഇടയിലുള്ളതൊക്കെ മറച്ചിരിക്കണം എന്നുള്ളതാണ് പുരുഷന്മാരുടെ ഔറത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്നാൽ സ്ത്രീകളോട് പഠിപ്പിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് അവരുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് അനുസരിച്ചുകൊണ്ടാണ്, ജീവശാസ്ത്ര ഘടന. പലപ്പോഴും നമ്മൾ ഈ മാർക്കറ്റിങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ചില ക്യാപിറ്റലിസം ഒക്കെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ള ചിന്ത നമ്മിലേക്ക് അടുപ്പിക്കുന്നത്. ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദീൻ പഠിപ്പിച്ച വസ്ത്രധാരണ അത് പല പേരിലിട്ടാലും അങ്ങനെ പേരുകൾ പലതുണ്ട്. പക്ഷെ നമ്മുടെ നഗ്നത മറിയുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ദീൻ പഠിപ്പിക്കുന്ന മോഡസ്റ്റി, ഹയാ, ലജ്ജ അവിടെ സൂക്ഷിക്കണം. വിനയത്തിന്റെ ഭാഗമായിരിക്കണം വസ്ത്രം. വലാ യുബദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹ. അവരുടെ അലങ്കാരങ്ങൾ വെളിപ്പെടുത്തരുത്, പ്രത്യക്ഷമായത് ഒഴികെ. ആ ഇല്ലാ മാ ലഹറ മിൻഹക്ക് മുഫസ്സിറുകൾ കൊടുത്തിട്ടുള്ള എല്ലാ തഫ്സീറുകൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മറച്ചിരിക്കണം. ഇമാം മാലിക് റഹിമഹുള്ളയും ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളൊക്കെ അവരുടെ കിതാബുകളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹുഅൻഹയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു വന്ന സമയത്ത് ഒരു പരിധി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരവിടെ തന്നെ നിന്നു. കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന് കാഴ്ചയില്ലായിരുന്നു. പക്ഷേ അവിടെ തന്നെ നിന്ന സമയത്ത് റസൂൽ അവരുടെ അകത്തോട്ട് കയറാം, അതായത് അകത്തോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് റസൂൽ അതിന് ന്യായം പറഞ്ഞിട്ടുള്ളത് ആ ഉമ്മി മക്തൂമിന് കാഴ്ചയില്ലെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമല്ലോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഒരു അതിർത്തി അവിടെ വെച്ചു എന്നുള്ളതാണ്. നേരിയ വസ്ത്രം, റസൂലിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വസ്ത്രം നേരിയ വസ്ത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിഴലടിച്ചുകൊണ്ടൊക്കെ നേരിയ കാണുന്ന വസ്ത്രങ്ങളെ അത് മാറ്റി വെക്കണം, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.